പ്രോബ്ലം നോക്കാം. ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ ഇതിൽ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇനി ഷോ ദ ട്രീ ട്വിഗ്സ് ആൻഡ് ലിങ്ക്സ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ പോസിബിൾ ആയിട്ടുള്ള എത്ര ട്രീസ് ഉണ്ട് അതിൻ്റെയൊക്കെ ട്വിഗ്സും ലിങ്ക്സും ആക്കിയാണ്. അതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഗ്രാഫിന് തന്നെ ഒരു ട്രീ അല്ല ഒന്നിൽ കൂടുതൽ ഡിഫറെൻറ്റ് പോസിബിൾ ട്രീസ് ഉണ്ട്. നമുക്ക് എത്ര പോസിബിൾ ട്രീസ് ഈ പെർട്ടിക്കുലർ ഗ്രാഫിനുണ്ടെന്ന് നോക്കാം. നമുക്ക് വരച്ചു നോക്കാം. അപ്പോൾ ട്രേസ് വരയ്ക്കുമ്പോൾ ആദ്യം തന്നെ എത്ര നമ്പർ ഓഫ് നോട്ട്സ് ഉണ്ട് നോക്കാം. 4 നോട്ട്സ് ഉണ്ട്. അപ്പോൾ ആ 4 നോട്ട്സ് എന്തായാലും ഉണ്ടായിരിക്കും. ഏറ്റവും ആദ്യം നമുക്ക് എളുപ്പത്തിൽ ഒരെണ്ണം വരയ്ക്കാം. 1, പിന്നെ 2. ഇതന്നെ നമുക്കൊന്ന് തിരിച്ചു വരയ്ക്കാം അല്ലേ. 3. ഓരോ പ്രാവശ്യം നമ്പർ ഓഫ് നോട്ട്സ് ഒക്കെ മാർക്ക് ചെയ്യണം കേട്ടോ. 1 2 3 4. 3 കഴിഞ്ഞു. ഇനി 4ാമത്തെ നോക്കാം. അപ്പോൾ നമ്മൾ ഈ വരച്ചത് തിരിച്ച് നമുക്ക് വരച്ച് നോക്കാം. ഇങ്ങോട്ട് ഇങ്ങനെ എല്ലാ നോട്ട്സും കണക്റ്റഡ് ആയിട്ടുണ്ടോ നോക്കാം. 1 2 3 4. 1 2 3 4 5 എണ്ണമായി. ഇനി again 6 എണ്ണമായി. അല്ലേ, എല്ലാ ട്രെയിലും ഒരു ബ്രാഞ്ചസ് എലിമിനേറ്റഡ് ആയിരിക്കണം. പക്ഷെ എല്ലാം നോട്ട്സും കണക്റ്റഡ് ആയിരിക്കണം. 1 2 3 4. 1 2 3 4. അപ്പോൾ നമുക്ക് ടോട്ടൽ 1 2 3 4 5 6 8 ട്രീസ് ആണ് കിട്ടിയത്. അപ്പോൾ 8 പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ട്രീസ് ആണ് ഈ പെർട്ടിക്കുലർ ഗ്രാഫിന് ഉള്ളത്. ഇനി നമുക്കിതിൻ്റെ ട്വിഗ്സ് ആൻഡ് ലിങ്ക്സ് നോക്കാം. എല്ലാ ഗ്രാഫും എല്ലാ ട്രീയിലും ബോൾഡ് ലൈൻ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നതൊക്കെ എന്താണ് അതിൻ്റെ ട്വിഗ്സ് ആണ് അല്ലേ. ട്വിഗ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു ട്രീയിലെ ഓരോ ബ്രാഞ്ചിനെയാണ് നമ്മൾ ട്വിഗ്സ് എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ മാർക്ക് ചെയ്യാം. ഇതിനാണെങ്കിൽ 1 2 4 ആണ് നമ്മുടെ ട്വിഗ്സ്. ഇനി ലിങ്ക്സ് ഏതൊക്കെയായിരിക്കും, നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ള പോർഷൻസ് ആണ് ലിങ്ക്സ്. റിമൂവ് ചെയ്തിട്ടുള്ളത് 3ഉം 5ഉം ആണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ട്രീയുടെ 2 ലിങ്ക്സ്. ഇനി ഇതിൽ 1 2 5 ആണ് ട്വിഗ്സ്. ഇനി ലിങ്ക്സ് മാർക്ക് ചെയ്യാം. 3 and 4 ആണ് ലിങ്ക്സ്. ഈ ട്രീയിൽ 1 2 3 ആണ് ട്വിഗ്സ്. ലിങ്ക്സ് എന്ന് പറയുന്നത് 4 and 5. ഇനി ഈ പെർട്ടിക്കുലർ ട്രീയിൽ 1ഉം 3ഉം ആണ് ലിങ്ക്സ്. ബാക്കി 2 4 and 5 are twigs. ഇത് 1 4 3 ആണ് അതിൻ്റെ ട്വിഗ്സ്. ഇനി 2 and 5 ആണ് ലിങ്ക്സ്. ഈ ട്രീയിൽ 1 2 3 ആദ്യം തന്നെ നോട്ട്സ് മാർക്ക് ചെയ്യുക. 5
4 3 ആണ് അതിൻ്റെ ട്വിഗ്സ്, 1ഉം 2ഉം ആണ് അതിൻ്റെ ലിങ്ക്സ്. ഇതിൽ 5 3 2 ആണ് ട്വിഗ്സ്, 4 and 1 ആണ് ലിങ്ക്സ്. 1 5 3 ആണ് ട്വിഗ്സ്, ലിങ്ക്സ് എന്ന് പറയുന്നത് 2 and 4. അപ്പോൾ 8 പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ട്രീസും നമ്മൾ വരച്ചു, അതിൻ്റെ എല്ലാം ട്വിഗ്സ് ആൻഡ് ലിങ്ക്സ് മാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പം നമ്മൾ വരയ്ക്കുമ്പോഴും ശ്രദ്ധിച്ചാൽ മതി കോമ്പിനേഷൻസ് എല്ലാം വരുന്നുണ്ടോ എന്ന് നോക്കാം അല്ലേ. ഇതിൽ 4 നോഡ് ഉണ്ടായിരുന്നു, 5 ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് 4 നോഡിനുള്ള ഒരു ട്രീ ആണിത്, സോറി ഗ്രാഫാണിത്. അപ്പോൾ നമുക്ക് എല്ലാ കോമ്പിനേഷൻസ് ഓഫ് ട്വിഗ്സ് ആൻഡ് ലിങ്ക്സ് വരുന്നുണ്ടോ നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് 1 and 2 ലിങ്ക് വന്നു, പിന്നെ ഇത് വന്നു 1 and 2 വന്നു, then 1 and 3 വന്നു, then 1 and 4 വന്നു. അങ്ങനെ മോസ്റ്റ് ഓഫ് പോസിബിൾ കോമ്പിനേഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പോസിബിൾ കോമ്പിനേഷൻ ഓഫ് 4 ട്രീസും കിട്ടി, ലിങ്ക്സും കിട്ടി. ഇതായിരുന്നു നമ്മുടെ പ്രോബ്ലം.